ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ആണെന്ന്. അവളുടെ നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞു, ഇപ്പോൾ അവളുടെ മാരേജ് ആണ്. ഇന്നവളുടെ സംഗീത നൈറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരു വൈറ്റ് ഡ്രസ്സ് ഇടാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നാളെയാണ് ഇനി നമ്മുടെ പരിപാടി. അതിൻ്റെ പിറ്റേ ദിവസം റിസപ്ഷനും ഉണ്ട്. പരിപാടി രാത്രി ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒരു 5 മണിക്കായിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ പിന്നെ ഫ്രണ്ടിനെയും കൂട്ടി നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോയി. ചെന്ന് കയറിയത് നേരെ കണ്ടത് നമ്മുടെ കല്യാണപ്പണിനെയാണ്. തലേദിവസം മോള് നല്ല ബ്ലാക്ക് ഒരു മിനിങ്ങണ ഡ്രസ്സൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ആക്കിയത്. ഓള് ബ്ലാക്കും നമ്മൾ വൈറ്റും ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ കയറി വരുന്ന തിരക്കിൽ വെള്ളം കുടിക്കാൻ മറന്നു. അങ്ങനെ പിന്നെ വീണ്ടും പോയി വെള്ളമൊക്കെ കുടിച്ചു. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ആക്കാനുണ്ട്. നമ്മുടെ ഡാൻസ് ഇന്നാണ്. ഡാൻസും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ആക്കിയത്. പിന്നെ ഓള് ബ്ലാക്കും ആയതുകൊണ്ട് കാണുമ്പോൾ സ്റ്റേജിൽ നിന്ന് കാണുമ്പോൾ ഒരു രസം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഡ്രസ്സിംഗ് റൂമിൽ ചെന്നിട്ട് കുറച്ച് നേരം ഡാൻസൊക്കെ പ്രാക്ടീസ് ആക്കി നോക്കി. ഡാൻസ് പ്രാക്ടീസ് ആക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഉന്മേഷമാകും. മറിച്ച് അത് സ്റ്റേജിൽ പോയിട്ട് കളിക്കുമ്പോൾ ഞങ്ങളുടെ ആ ഉന്മേഷമൊക്കെ ഏതി കൂടെ പോകണമെന്ന് അറിയില്ല. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് പ്രാക്ടീസ് ആക്കി നോക്കി. പിന്നെ അപ്പത്തിനും പരിപാടി സ്റ്റാർട്ടാക്കി. അങ്ങനെ പിന്നെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു. അതിൻ്റെ ഇടയിൽ ഷാനാൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംഗീത നൈറ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും സംഗീതമാണ് എല്ലായിടത്തും ഒന്നും കേൾക്കാൻ പറ്റുന്നത്. ഫിദപ്പെണ്ണ് കുറച്ച് നേരം വൈകിട്ടാണ് വന്നത്. പക്ഷെ നമ്മൾ രണ്ടാളും ഓൾറെഡി നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ കുറേ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സംഗീത നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ചിൽ പരിപാടിയായിരുന്നു. ഓൾറെഡി മോളുടെ കസിൻസിൻ്റെ ഒക്കെ നല്ല അടിപൊളി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു ഞങ്ങളുടെ ഡാൻസ്. പിന്നെ അവിടെ എന്തൊക്കെയൊക്കെയോ സംഭവിച്ചു. ഓളുടെ നിക്കാഹിന് നമ്മൾ ഡാൻസ് കളിച്ചതിനേക്കാളും ബെറ്റർ ആക്കിക്കണമെന്നാണ് എൻ്റെ ഒരു നിഗമനമൊന്നുമില്ല. നിക്കാഹിന് ഭയങ്കര ബോറായിരുന്നു. പക്ഷേ ഇതിന് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞപ്പോൾ സമാധാനമായി. പരിപാടി എൻ്റെ അവിടെ വരെ നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇനി കല്യാണത്തിൻ്റെ റിസപ്ഷനൊക്കെ വ്ളോഗ് സൂൺ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.